പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുന്നു. ആ കുരിശിൽ മരിച്ച യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ആന്തരികമായ കണ്ണുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ മനസ്സുകൊണ്ടൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മരിക്കുന്നു. ആ മരിച്ച യേശുവിൻ്റെ മൃതശരീരം കുരിശിൽ നിന്നിറക്കി അരമത്യക്കാരൻ ജോസഫ് 100 രാത്രോളം സുഗന്ധക്കൂട്ടുമായി കടന്നുവന്ന് ആ മൃതശരീരം ഏറ്റുവാങ്ങി അന്നുവരെയും ആരെയും സംസ്കരിക്കാത്ത ഒരു കല്ലറയിൽ യേശുവിൻ്റെ മൃതശരീരം അവർ സംസ്കരിക്കുന്നു. അതിനുശേഷം പടയാളികൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ കല്ലറ വലിയൊരു കല്ലുരുട്ടി വെച്ച് അടയ്ക്കുക മാത്രമല്ല, ആ കല്ലറയ്ക്ക് ചുറ്റും കാവൽക്കാരെ കാവൽ നിർത്തുന്നു. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ കല്ലറയുടെ മുമ്പിൽ ഈ കല്ലൊക്കെ ഉരുട്ടി വെച്ച് അടച്ച് കാവൽക്കാർ കാവൽ നിൽക്കുന്ന സമയം, എന്നാൽ യേശു ക്രിസ്തു നേരത്തെ അരുളി ചെയ്തിരുന്നു, നിങ്ങൾ ഈ ശരീരം നശിപ്പിച്ചാൽ ഇത് 3-ാം ദിവസം ഞാൻ പുനരുദ്ധരിക്കുമെന്ന്. ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ദേവാലയം, അതായത് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ആലയം. അപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ജെറുസലേം ദേവാലയത്തെക്കുറിച്ചാണെന്ന്. എന്നാൽ യേശു പറഞ്ഞത് തൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ചാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഈ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട യേശുനാഥൻ അങ്ങനെ ഒരു മൃതശരീരമായി, ജീവൻ നഷ്ടപ്പെട്ട മൃതശരീരം, ആ മൃതശരീരം ഉയർത്തെഴുന്നേൽക്കുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദലമറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. അപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽ പോലെ ആയിരുന്നു, വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറവുകൊണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. യേശു ക്രിസ്തു മുൻപ് പറഞ്ഞതുപോലെ, അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കും ഒരു ഉയർപ്പുണ്ട്. പാപകരമായ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് ആ പാപകരമായ ജീവിതത്തിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള ഒരു ഉയർപ്പുണ്ട്. തിന്മപ്രവൃത്തികൾ മാത്രം ചെയ്തു ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആ തിന്മപ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് ഒരു നന്മപ്രവൃത്തിയിലേക്കുള്ള ഉയർപ്പ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ട്. നമുക്കങ്ങനെ ഉയർപ്പുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം നോക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്ന നമുക്കൊക്കെല്ലാം ഒരു ഉയർപ്പുണ്ട്. മറ്റുള്ളവരുടെ നന്മകൾ കാണുവാനും നന്മകൾ പറയുവാനും നന്മകൾ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു ഉയർപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോയുടെ ജഡം ഈശോ ജഡമായി മരിച്ച യേശുവിൻ്റെ ആ ജഡം എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്? ഇത് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 11-12 തിരുവചനത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ തന്നിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് അവിടുന്ന് പുതുജീവൻ പ്രദാനം ചെയ്യും. പാപം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിന് പുതുജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പുതുജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ വിയർപ്പ് ഞായറാഴ്ച നമ്മളിരുന്ന് ആത്മപരിശോധന ചെയ്ത് ധ്യാനിക്കണമേ. എൻ്റെ ശരീരത്തിന് പുതുജീവൻ നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ? ആ പരിശുദ്ധാത്മാവിനെയല്ലേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ തൻ്റെ ഉയർപ്പിൻ്റെ ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തത്? ഞാനിവിടുന്ന് പോയി കഴിയുമ്പോൾ എന്നെന്നും നിങ്ങളോടുകൂടി ഇരിക്കുവാൻ ഒരു പരിശുദ്ധാത്മാവിനെ, സഹായകനെ ഞാൻ നൽകും. സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ചെയ്ത
ആ പരിശുദ്ധാത്മാവിനെയല്ലേ പെന്തക്കോസ്താ ദിവസം തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇവിടെ യേശു പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കുന്നു. കല്ല് ഉരുട്ടി മാറ്റി വെച്ച് ആ കല്ല്, പ്രിയ സഹോദരങ്ങൾ, ഇത് നമ്മളത് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളിലേക്ക് നന്മ ഒഴുകാതെ കൊണ്ട് ഏത് തരത്തിലുള്ള കല്ലുകൾ നമ്മുടെ പ്രതിയോഗികൾ നമ്മുടെ മുമ്പിൽ ഉരുട്ടി വെച്ചിട്ടുണ്ടെങ്കിലും അതിനെ ഉരുട്ടി മാറ്റി അവിടിലേക്ക് അനുഗ്രഹം വർഷിക്കുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് സാധിക്കും. മരിച്ച ഒരു കർത്താവല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ഇന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെ ഈ കർത്താവിൻ്റെ വചനം നിങ്ങളോട് പറയുന്നുവെങ്കിൽ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി മാറി മരിച്ച് ഉദ്ധാനം ചെയ്തതിൻ്റെ പേരിലും ആ ഉദ്ധാനം ചെയ്തതിൻ്റെ ശേഷം യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിലൂടെ താൻ തുടങ്ങി വെച്ച ദൗത്യം സഭയിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ സഭയിലെ അംഗമായി മാറ്റപ്പെട്ട വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായതിൻ്റെ പേരിൽ മാത്രമാണ് ഇത് യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ് നിങ്ങളോട് ഞാനിത് പറയാൻ കാരണം. ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും ഇത് കേൾക്കുന്നു, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ തിരിച്ചറിയണമേ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി മാറിയ കർത്താവാണ്. ആ പാപത്തെ എല്ലാം അതിജീവിച്ചുകൊണ്ട്, മരണത്തെയുമെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ഉദ്ധാനം ചെയ്തത് പിതാവിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോയതും അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഇവിടെ സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്തത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് വിശ്വസിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി എല്ലാവിധ കൃപകളും ദാനങ്ങളും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളിലേക്കും ഒഴുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.